അപ്പൊ ഞാൻ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാല്, എന്നോട് നേരിട്ടും അല്ലാണ്ടും ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നീ എങ്ങനെയാണ് മെലിഞ്ഞത്, നിന്റെ ഫേസ് എങ്ങനെയാണ് ഒതുങ്ങിയത്, എങ്ങനെയാണ് മുഖം ഒതുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഉത്തരമാണ് ഇന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ എന്നെ നേരിട്ട് അറിയുന്നവർക്ക് അറിയായിരിക്കും, സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇപ്പൊ കാണുന്നവർക്കാണെങ്കിൽ അറിയത്തില്ലായിരിക്കും, അല്ലാണ്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഓരോ ചേഞ്ചസും എൻ്റെ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്ക് മനസ്സിലുണ്ടായിരിക്കും കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പിയായിരുന്ന ഒരാളായിരുന്നു ഞാൻ. നല്ല രീതിയിൽ വണ്ണം ഉണ്ടായിരുന്നു, മുഖം ഉൾപ്പെടെ ഫേസ് ഉൾപ്പെടെ. ഇപ്പോഴും വണ്ണം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യത്തിന് ഇതിനേക്കാളും കുറച്ചുകൂടെ ഒതുങ്ങണം, എന്നാലും മുന്നത്തെക്കാളും നല്ല ചേഞ്ചസ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. അതായത് ഫേസ് ഉൾപ്പെടെ ഞാനിവിടെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ഉണ്ട് ഇന്ന് പറയുന്നത്. അതിൽ ഒരു പാട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അത് ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല. പാട്ടായിട്ട് ഞാൻ ചെയ്യാം. അതിൽ ഒരു പാട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ, ഞാൻ ചെയ്ത കാര്യം, ഞാൻ വന്ന കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം, ഒരു ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കി പറയാം. ഞാൻ ഇതിലേക്ക് കടന്നത്, ഞാൻ ഫേസ് ഒന്ന് ഒതുങ്ങണം, വണ്ണം കുറയ്ക്കണം എന്ന് പറയാം. ഞാൻ ഒരുപാട് വർഷം കുഞ്ഞു മോള് പ്രസവ സമയത്താണ് കേട്ടോ. പ്രസവിച്ച് കുറച്ചൊക്കെ ആയ സമയത്ത് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചും കൂടെ ടാൻ ആയിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഞാൻ കളറും കുറവായിരുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഇരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണം, സത്യം പറഞ്ഞാൽ ഇതിനെക്കാളും ഏജ് മുന്നേ നന്നായിട്ട് ആ ഒരു ഏജിൽ ആ ഒരു സമയത്ത് എൻ്റെ ഈ ഒരു ഏജ് ആയിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാണുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒരു നല്ല ഏജ് വരെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഞാനും പോകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഏജ് നമുക്ക് ഡിഫറൻസ് നന്നായിട്ട് തോന്നുമായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട്, നല്ല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാവും, നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജോലിയില്ല, ഈ സമയത്ത് ജോലിയില്ല, ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പുറത്ത് പോയിട്ടോ ജിമ്മിൽ പോയിട്ടാണെങ്കിൽ പോലും വർക്കൗട്ട് ചെയ്യാനോ ഒക്കെ കണ്ടിട്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടും എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് അങ്ങനെ എൻ്റെ കയ്യിലത് ഞാൻ ആടുന്ന് വാങ്ങി അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. അപ്പൊ എനിക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ അതിന്റെ കുറേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തുടങ്ങി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഇങ്ങനെ എൻ്റെ ശരീരം കുറയ്ക്കാം എന്നൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഫേസ് യോഗ ഫേസ് യോഗ ഞാൻ ചെയ്തു കുറേ നാള് ഞാൻ ചെയ്തു കേട്ടോ. ഇപ്പൊ മോനെ പ്രസവിച്ചു, മോനായി കഴിഞ്ഞ് എപ്പോഴും കുറേ ഗ്യാപ്പ് ഇങ്ങനെ കുറേ ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ എൻ്റെ ഫേസിൽ അതിപ്പോ നല്ല രീതിയിൽ ഫേസിൽ കാണാനുണ്ട് കേട്ടോ. മുന്നേ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഇതായിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫേസ് യോഗ ഞാൻ ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ എന്നും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. ഞാൻ ചെയ്ത ഫേസ് യോഗ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾ കണ്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അത് ഒന്ന് ഫേസ് യോഗ ഞാൻ എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക, അല്ലാണ്ട് വല്ലപ്പോഴും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്ത് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. കുറച്ച് നേരം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മൾ, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ടുള്ള സമയവും കണ്ടെത്തിയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫേസ് യോഗ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് ചെയ്യുക. അത് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതാണ് ഗുവാഷ. ഇതിന്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, ഞാൻ താഴെ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ചെയ്തതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ ഫേസ് ഫാറ്റും ഡബിൾ ചിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം അടിപൊളിയാണ്. നിങ്ങൾ ഇത് വാങ്ങി വെച്ചോ, അടിപൊളി സാധനമാണ് കേട്ടോ ഗുവാഷ.
ഇത് വാങ്ങി വെച്ച് ഇത് വാങ്ങി നിങ്ങൾ ഫേസ് യോഗ വേണമെങ്കിൽ ഫേസ് യോഗ രാവിലെ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്താലും റിസൾട്ട് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായുള്ള റിസൾട്ട് ഉണ്ട്. അതൊന്ന് ഇത് നിങ്ങൾ ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ താഴെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് മസാജ് കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഓയിലോ എന്തെങ്കിലും വെച്ച് ഫേസ് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. മസാജ് ചെയ്ത് എപ്പോഴും നല്ല ചില്ലാക്കി വെക്കുക കേട്ടോ നമ്മുടെ ഫേസിനെ. അതിപ്പോൾ നമ്മൾ ഡാർക്ക് സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടോൺ ആണെങ്കിലും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുമ്പോൾ ഇരിക്കും കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. ഞാനും പണ്ട് വിചാരിച്ചത് കറുത്തിട്ടല്ലേ എന്താണ് നമ്മളാരും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിച്ച് അതിന് നല്ല വൃത്തിക്ക് മെനയോടും കൂടി വെക്കുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡസ്കി സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ സ്കിൻ ടോൺ എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതാണ് സത്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് മനസ്സിലാക്കിയത് പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ട് എന്നേ ഉള്ളൂ. അടിപൊളി സ്കിന്നാണ് കേട്ടോ. അപ്പം ഫേസ് മസാജ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിലോ മോയ്സ്ചറൈസറോ വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് അതായത് ഓയിലോ മോയ്സ്ചറൈസറോ ഒന്നും ഇടാണ്ട് ഫേസ് മസാജ് ചെയ്യരുത്. സ്കിൻ വലിയാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. സ്കിൻ വലിയും. അതുകൊണ്ട് അതെന്തെങ്കിലും ഇട്ടിട്ട് വേണം എപ്പോഴും മസാജ് ചെയ്യാൻ കേട്ടോ. അടുത്ത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണെങ്കിലും കിച്ചണിലാണെങ്കിലും ബാത്റൂമിലോ എവിടെയെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ മേലോട്ട് നിൽക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. XO അതായത് XO വെറും നമ്മുടെ ABCഡിലെ XO എന്ന് മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ അതായത് ഇത് ഇങ്ങനെ വലിയുക. O നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഇങ്ങനെ ആവുക കേട്ടോ. XO അതായത് നമ്മൾ ഇവിടെ സ്ട്രെച്ച് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. X എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് സ്ട്രെച്ച് ആവുന്നതും O എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം ചുളിഞ്ഞ് മേലോട്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്ട്രെസ് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ XO എന്ന് ഞാൻ കാണിച്ചു തരാം. XO ഫേസൊക്കെ നല്ല വൃത്തിയുണ്ടാക്കി അത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഒരു ഫാറ്റൊക്കെ നമ്മളിത് ചെയ്യുന്ന വഴി കാലക്രമേണ കൊണ്ട് ഒതുങ്ങാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് വേറെ ഒരു ചെലവുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം കാണുന്നവർക്ക് വിചാരിക്കും അവർക്ക് എന്താണെന്നത്. അവരെ ഒന്നും ശ്രദ്ധിക്കരുത്, അവർ പറയുന്ന ഒന്നും കേൾക്കരുത്, നാണക്കേട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതങ്ങ് ചെയ്യുക. അവരൊക്കെ പറയും. കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും, നല്ലത് പറയാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ കിട്ടുന്ന സമയം ഈ ഒരു കാര്യം ഒന്നും ചെയ്യില്ലല്ലോ, ഈ ഒരു കാര്യം ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ഫീൽ ചെയ്യും. ഇവിടേക്ക് വലിയുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതിൽ ഓൺ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ വർക്കൗട്ട് ഇതെല്ലാം ഞാൻ പറയാലോ, ഞാൻ ജിമ്മിലോ ബാക്കി ഒരു കാര്യങ്ങളൊക്കെ പോയില്ല. ഞാൻ ജിമ്മിന്റെ വഴിയേ ഞാൻ പോയിട്ടില്ല. അതിന്റെ പടി കയറിയിട്ടേ ഇല്ല. എൻ്റെ ഒരു ഏജ് 30, 28 ആ ഒരു ഏജ് വരെയും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തടിയായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ് യോഗ ഉൾപ്പെടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഫേസ് യോഗ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ മറ്റു വീഡിയോ വീണ്ടും കാണാം. നാളെ കാണുന്നത് വരയ്ക്കും ബൈ. നമുക്കിനി ഫേസ് യോഗയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ കവിളിൽ നമ്മുടെ മാക്സിമം എയർ കൊള്ളിച്ചതിന് ശേഷം വലത്തു നിന്നും ഇടത്തേക്ക് പിന്നെ വീണ്ടും ഇടത്തു നിന്നും വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. എയർ കളയരുത്. 30 സെക്കൻഡ് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം 30 സെക്കൻഡ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പോട്ടഡ് ലിപ്സ്, അതായത് നമ്മുടെ കിസ് ചെയ്യുന്ന പോലെ ചുണ്ട് മാക്സിമം ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് നമ്മൾ കിസ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുക. അമേസിങ് റിസൾട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ. അത് 30 സെക്കൻഡ് ചെയ്യും. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ ചുണ്ടിലിങ്ങനെ
ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് പോലെ 2 ചുണ്ടും തമ്മിൽ ലിപ്സ്റ്റിക് ഇടുന്നത് പോലെ അങ്ങനെ ആക്കുക. വീണ്ടും സ്മൈൽ, ലിപ്സ്റ്റിക് വീണ്ടും ചെയ്യുക, പിന്നെ സ്മൈൽ. അത് 30 സെക്കൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചിൻ ലിഫ്റ്റഡ് ആണ് കേട്ടോ. നമ്മുടെ മേലിലെ സീലിങ്ങിലേക്ക് നോക്കി കിസ് ചെയ്യുന്നത് പോലെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ചുണ്ടു നന്നായിട്ട് വലിച്ച് മേലിലേക്ക് ആക്കി പിടിക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ ഇത് തന്നെ 30 സെക്കൻഡ് മേലിലേക്ക് നോക്കി ചെയ്യുക. നമ്മുടെ ഡബിൾ ചിന്നൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലത്ത് കൈ വെച്ചിട്ട് നമ്മുടെ നെറ്റി നമ്മുടെ ഫോർ ഹെഡിൽ വെക്കുക. മേലിലേക്ക് ഐബ്രോയിലേക്ക് നോക്കുന്നത് പോലെ മേലിലേക്ക് ആക്കുക, വീണ്ടും താഴേക്ക് ആക്കുക, വീണ്ടും മേലിലേക്ക് ആക്കുക കേട്ടോ. നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്, വീണ്ടും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. ഇത് വീണ്ടും 30 സെക്കൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നെക്ക് ലൈൻസിലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് 30 സെക്കൻഡ് ചെയ്യാം. അടുത്ത് നമ്മൾ ടാപ്പിംഗ് അണ്ടർ ഐ. നമ്മൾ അണ്ടർ ഐ ഏരിയയിൽ ഇതേ പൊസിഷനിൽ തന്നെ ടാപ്പ് ചെയ്യുക കേട്ടോ. 30 സെക്കൻഡ് ടാപ്പ് ചെയ്യുക. അണ്ടർ ഐ സാഗിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇത് 30 സെക്കൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇത് അപ്പ് ആൻഡ് ഡൗൺ, അതായത് നമ്മൾ മേലിലേക്ക് നോക്കുക, വീണ്ടും താഴേക്ക് നോക്കുക, വീണ്ടും മേലിലേക്ക് നോക്കുക, വീണ്ടും താഴേക്ക് നോക്കുക. നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കഴുത്തിലെ മസിൽസൊക്കെ ഒന്ന് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും 30 സെക്കൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് ഒക്കെ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നാളെ കാണാം. ബൈ.